morning devotion. I'm forever yours. Praise God. Hallelujah. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. Hallelujah. പ്രിയപ്പെട്ട ഒരു കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് ബാക്കിയുള്ള എല്ലാ സൃഷ്ടികളിലും, മറ്റുള്ള സകല സൃഷ്ടികളിലും കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞു, അവയെല്ലാം ഉണ്ടായി. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്തിനെയാണ് ഉണ്ടാകട്ടെ എന്ന് പറയുന്നത് എന്നത് കർത്താവിന്റെ അകത്ത് എന്താണോ അവൻ ചിന്തിച്ചത് അതാണ് സൃഷ്ടിക്കപ്പെട്ടത്. വൃക്ഷങ്ങൾ എന്ന് പറഞ്ഞപ്പോ കർത്താവ് എന്താണോ മനസ്സിൽ ചിന്തിച്ചത് വൃക്ഷത്തെ കുറിച്ച് അതാണ് താൻ പറഞ്ഞപ്പോൾ സൃഷ്ടിക്കപ്പെട്ടത്. പറവകളും മത്സ്യങ്ങളും എല്ലാം ഉണ്ടാകട്ടെ എന്ന് ദൈവം എന്താണോ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്റെ അകത്ത് ചിന്തിച്ചത് അതാണ് സൃഷ്ടിക്കപ്പെട്ടു വന്നത്. അതായത് ചിന്തിച്ചു, പറഞ്ഞു, സൃഷ്ടിക്കപ്പെട്ടു. അപ്പൊ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ തന്റെ സ്വരൂപത്തിലും തന്റെ സാദൃശ്യം, തന്റെ ഇമേജ്, തന്റെ രൂപ സാദൃശ്യം, അതായത് മുകളിൽ തലയും താഴെ കാലും ആ സ്ട്രക്ചർ തന്നെയാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ദൈവിക നേച്ചറും ദൈവിക ഭാവവും മനുഷ്യനകത്ത് കർത്താവ് വെച്ചു. നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, സങ്കല്പിക്കുക, പറയുക, സൃഷ്ടിക്കുക, അത് മനുഷ്യനും സാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഉൽപ്പത്തി പുസ്തകത്തിന്റെ 6-ാം അധ്യായം 3-ാം വാക്യത്തിൽ കാണുന്നത്, 5-ാം വാക്യത്തിൽ കാണുന്നത്, മനുഷ്യന്റെ ഹൃദയ നിരൂപണം ദോഷമുള്ളതായതുകൊണ്ട് കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചതും അനുദപിച്ചു എന്നതാണ്. ദൈവത്തിന്റെ ഹൃദയം അനുദപിക്കാൻ കാരണം മനുഷ്യന്റെ ഹൃദയത്തിലെ നിരൂപണങ്ങൾ തെറ്റിയപ്പോൾ യേശു തന്റെ ഉപദേശത്തിൽ ഇങ്ങനെ പറഞ്ഞു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് നോക്കുന്നവരെല്ലാം പാപം ചെയ്തു. എപ്പോഴ് ദൈവം നോക്കുന്ന നമ്മുടെ ഹൃദയത്തിന്റെ ചിന്തകളെയും വിചാരങ്ങളെയുമാണ്. നമ്മുടെ അത്ഭുതം ഇരിക്കുന്നത് നമ്മുടെ ചിന്തകളിലാണ്, നമ്മുടെ തകർച്ച ഇരിക്കുന്നത് നമ്മുടെ ചിന്തകളിൽ. അതുകൊണ്ട് ദൈവവചനത്താൽ, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളെക്കുറിച്ചും എന്നെക്കുറിച്ചും എന്താഗ്രഹിക്കുന്നു എന്ന നിലയിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾക്കൊത്തവണ്ണമുള്ള ഒരു സങ്കല്പമല്ല, ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന മൂല്യം, സ്വന്തം പുത്രനെ പോലും ആദരിക്കാതെ എനിക്ക് വേണ്ടി തന്നവൻ, അവൻ ഞാൻ തകർന്നു പോകാൻ അനുവദിക്കത്തില്ല എന്ന് നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് നല്ല വിചാരത്തോടെ, നല്ല ഭാവനയോടെ നിങ്ങളെ ക്രിസ്തുവിൽ കാണാൻ സാധിക്കുമ്പോൾ നിങ്ങൾ നിശ്ചയമായും ഒരു അനുഗ്രഹമായി തീരും. ഇന്നത്തെ പകൽക്കാലം നിങ്ങൾ തന്നെ നിങ്ങളെ ചുറ്റുപാടുകൾ അനുസരിച്ച് കാണാതെ ക്രിസ്തുവിൽ നിങ്ങളെ കാണുക, ജയമായി വാഴുക. God bless you. Amen.